IPL 2026 സീസൺ പടിവാതിൽക്കൽ നിൽക്കെ മുംബൈ ഇന്ത്യൻസിലെ നായക സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീണ്ടും കൊഴുക്കുന്നു. ഹാർദിക് പാണ്ഡ്യയെ മാറ്റി സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കണമെന്ന സ്പിൻ ഇതിഹാസം രവിചന്ദ്രൻ അശ്വിന്റെ പ്രസ്താവന ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. തന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെയാണ് അശ്വിൻ ഈ നിർണായകമായ അഭിപ്രായം പങ്കുവച്ചത്. മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റ് ഹാർദിക്കിനെ നായകനായി തുടരാൻ അനുവദിക്കുന്നത് ശരിയായ തീരുമാനമല്ലെന്ന് അശ്വിൻ അടിവരയിട്ട് പറയുന്നു. ഇന്ത്യൻ ദേശീയ T20 ടീമിനെ നയിക്കുന്ന സൂര്യകുമാർ യാദവ് ടീമിലുള്ളപ്പോൾ അദ്ദേഹത്തെ മുംബൈ ഇന്ത്യൻസ് നായകനാക്കാത്തത് ആശങ്കാജനകമാണെന്ന് അശ്വിൻ ചൂണ്ടിക്കാട്ടി. ഒരു ലോകകപ്പ് ജേതാവായ നായകനെ മാറ്റി നിർത്തുന്നത് ടീമിന് ഗുണകരമാകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ താരം കൃഷ്ണമാചാര്യ ശ്രീകാന്തും സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഹാർദിക്കിന് പകരം സൂര്യകുമാറിന് നായകസ്ഥാനം നൽകണമെന്ന കാര്യത്തിൽ മുൻ താരങ്ങൾക്കിടയിൽ ഐക്യരൂപം ദൃശ്യമാകുന്നുണ്ട്. സൂര്യകുമാർ യാദവ് മുംബൈയുടെ ക്യാപ്റ്റൻ ആകണമെന്ന കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ലെന്ന് അശ്വിൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നായകത്വത്തിന് കീഴിൽ ഇന്ത്യൻ ടീം കൈവരിച്ച നേട്ടങ്ങൾ ഇതിന് തെളിവായി അദ്ദേഹം നിരത്തി. നിലവിൽ സൂര്യകുമാറിന് നായകസ്ഥാനം നൽകാത്തത് വലിയൊരു പോരായ്മയാണെന്ന് അശ്വിൻ വിശേഷിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച T20 ബാറ്റർമാരിൽ ഒരാളായ സൂര്യകുമാറിന് കളി കൃത്യമായി വായിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുംബൈ ഇന്ത്യൻസിലേക്ക് ഹാർദിക് പാണ്ഡ്യ മടങ്ങിയെത്തിയ ആദ്യ വർഷം മുതൽ തന്നെ നായിക സ്ഥാനത്തെ ചൊല്ലി വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. രോഹിത് ശർമ്മയെ അപ്രതീക്ഷിതമായി മാറ്റിയതിനോട് ആരാധകർക്ക് ഇപ്പോഴും പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. രോഹിത്തിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് സൂര്യകുമാർ യാദവ് എന്ന ഉത്തരമാണ് സ്വാഭാവികമായും വരേണ്ടിയിരുന്നതെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. എന്നാൽ മാനേജ്മെന്റ് ഹാർദിക്കിനെ തിരഞ്ഞെടുത്തത് ടീമിനുള്ളിലും പുറത്തും അസ്വസ്ഥതകൾക്ക് കാരണമായി. കഴിഞ്ഞ സീസണുകളിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഹാർദിക് പാണ്ഡ്യക്കെതിരെ കാർഡുകൾ പരസ്യമായി കൂവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വന്തം തട്ടകത്തിൽ പോലും നായകന് പിന്തുണ ലഭിക്കാത്തത് മുംബൈ ഇന്ത്യൻസിന് വലിയ തലവേദനയാണ്. ഹാർദിക്കിന്റെ നായകത്വത്തിന് കീഴിൽ ടീമിനുള്ളിലെ ഐക്യം നഷ്ടപ്പെട്ടോ എന്ന സംശയവും ക്രിക്കറ്റ് നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. സൂര്യകുമാറിനെ പോലൊരു താരം നയിക്കുമ്പോൾ ടീമിന് കൂടുതൽ വ്യക്തത വരുമെന്ന് അശ്വിൻ കരുതുന്നു. കഴിഞ്ഞ 2 സീസണുകളിലും മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം അങ്ങേയറ്റം നിരാശാജനകമായിരുന്നു. 2024 പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്തായിരുന്നു ടീമിന്റെ സ്ഥാനം. ഇത് മുംബൈയുടെ ചരിത്രത്തിലെ തന്നെ കനത്ത തിരിച്ചടിയായിരുന്നു. കഴിഞ്ഞ ദിവസം ടീം പ്ലേ ഓഫിൽ എത്തിയെങ്കിലും എലിമിനേറ്ററിൽ പുറത്താകുകയായിരുന്നു. 5 തവണ കിരീടം നേടിയ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകടനം ഒട്ടും തൃപ്തികരമല്ല. ഇത്തവണ 6ാം കിരീടം ലക്ഷ്യമിട്ടാണ് മുംബൈ ഇന്ത്യൻസ് കളത്തിലിറങ്ങുന്നത്. എന്നാൽ നായക സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ ആശയക്കുഴപ്പങ്ങൾ ടീമിന്റെ പ്രകടനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. സൂര്യകുമാർ യാദവിനെ നായകനാക്കുന്നത് ടീമിന് പുതിയൊരു ഊർജ്ജം നൽകുമെന്ന് അശ്വിൻ വിശ്വസിക്കുന്നു. യുവതാരങ്ങളെ നയിക്കാനും സമ്മർദ്ദഘട്ടങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും അദ്ദേഹത്തിന് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് പ്രകടനം നായകത്വത്തിന്റെ ഭാരമില്ലാതെ ടീമിന് കൂടുതൽ ഉപകരിച്ചേക്കാമെന്ന വാദവും അശ്വിൻ ഉയർത്തുന്നുണ്ട്. ബാറ്റിംഗിലും ബോളിംഗിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് ഹാർദിക്കിനെ സഹായിക്കും. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ മുംബൈ ഇന്ത്യൻസ് വീണ്ടും ആധിപത്യം സ്ഥാപിക്കുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അശ്വിന്റെ ഈ വാക്കുകൾ മുംബൈയുടെ തീരുമാനങ്ങളിൽ മാറ്റം ഉണ്ടാക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.